നടി സായി പല്ലവിയുടെ നിബന്ധനകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യില്ല, ചുംബന രംഗങ്ങളിൽ അഭിനയിക്കില്ല തുടങ്ങി ഒട്ടേറെ നിബന്ധനകളാണ് സായി പല്ലവി മുന്നോട്ട് വെക്കുന്നത്. ഇത് കാരണം നിരവധി സിനിമകൾ സായി പല്ലവി വേണ്ടെന്നും വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എത്ര വലിയ സൂപ്പർ താരമായാലും സായി പല്ലവി അത്തരം സിനിമകൾ ഒഴിവാക്കാറുണ്ട്. അത്തരത്തിൽ നടൻ വിജയ് ദേവരകൊണ്ടയ്ക്കൊപ്പമുള്ള ഒരു സിനിമയും സായി പല്ലവി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. തെലുങ്കു സിനിമാ ലോകത്ത് നായകനിരയിൽ പുതുതരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ നടനാണ് വിജയ് ദേവരകൊണ്ട. പ്രബല കുടുംബത്തിൽ നിന്നുള്ള താരപുത്രന്മാർ വാഴുന്ന ടോളിവുഡിൽ വലിയ സ്വാധീനമൊന്നുമില്ലാതെ തന്റേതായ ഒരിടം കണ്ടെത്താൻ വിജയ് ദേവരകൊണ്ടയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഫാമിലി സ്റ്റാറാണ് വിജയുടെ പുതിയ ചിത്രം. മൃണാൽ ഠാക്കൂറാണ് ചിത്രത്തിൽ നായികയാകുന്നത്. ഫാമിലി സ്റ്റാറിലേക്ക് ആദ്യം നായികയായി പരിഗണിച്ചത് സായി പല്ലവിയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഹോംലി ഗേൾ ഇമേജുള്ള സായി പല്ലവിക്ക് അനുയോജ്യമായ ഒരു കഥാപാത്രമായിരുന്നു ഫാമിലി സ്റ്റാറിലേത്. എന്നാൽ നായകൻ വിജയ് ദേവരകൊണ്ട എതിർപ്പ് പറഞ്ഞതോടെ ഈ തീരുമാനം മാറ്റുകയും ചെയ്തു. റൊമാന്റിക് സീനുകളിൽ അഭിനയിക്കാൻ മടിക്കുന്ന നടിയാണ് സായി പല്ലവി. എന്നാൽ വിജയ് ദേവരകൊണ്ടയുടെ സിനിമകളിൽ റൊമാന്റിക് സീനുകൾ പ്രധാനവുമാണ്. സായി പല്ലവി നോ പറയുന്നതിൽ നല്ലത് നമ്മൾ ആ നടിയെ വേണ്ടെന്ന് തീരുമാനിക്കുന്നതാണെന്ന് വിജയ് ദേവരകൊണ്ട അണിയറ പ്രവർത്തകരോട് പറഞ്ഞെന്നാണ് തെലുങ്കു മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ ഡിയർ കോമ്രേഡ് എന്ന വിജയ് ദേവരകൊണ്ട ചിത്രം സായി പല്ലവി നിരസിക്കുകയായിരുന്നു. ചിത്രത്തിലെ ഇന്റിമേറ്റ് രംഗങ്ങളായിരുന്നു സായി പല്ലവി ഈ സിനിമ വേണ്ടെന്ന് വെക്കുവാനുള്ള കാരണം. തെലുങ്കിലെ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പമുള്ള ഒന്നിലേറെ സിനിമകൾ അങ്ങനെ സായി പല്ലവി നിരസിച്ചിട്ടുണ്ട്. അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്ന സായി പല്ലവി ഇന്റിമേറ്റ് രംഗങ്ങളോട് നോ പറയാറാണുള്ളത്. നായകന്റെ താരമൂല്യം, മാർക്കറ്റ് വാല്യൂവിനെ ബാധിക്കുമോ തുടങ്ങിയ ഘടകങ്ങളൊന്നും സായി പല്ലവി ഒരു സിനിമ നിരസിക്കുമ്പോൾ നോക്കാറുമില്ല. സിനിമകൾക്ക് പുറമെ തന്റെ വ്യക്തിത്വം കൊണ്ടും വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള താരമാണ് സായി പല്ലവി. വലിയ നായികയാണെങ്കിലും വളരെ സാധാരണ രീതിയിൽ വസ്ത്രം ധരിച്ചാണ് സായി പല്ലവിയെ പൊതുവേദികളിലും കാണാൻ സാധിക്കുന്നത്. സിനിമാ പാർട്ടികളിലോ മറ്റും താരത്തെ കാണാനും കഴിയില്ല. സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും വളരെ സെലക്റ്റീവാണ് സായി പല്ലവി. തനിക്ക് ചേരുന്നതും അഭിനയ പ്രാധാന്യമുള്ളതുമായ കഥാപാത്രങ്ങൾ മാത്രമാണ് സായി പല്ലവി തിരഞ്ഞെടുക്കാറുള്ളത്. കഥയുടെയും കഥാപാത്രത്തിന്റെയും പ്രാധാന്യം അനുസരിച്ച് മാത്രമേ സായി പല്ലവി സിനിമകൾ അങ്ങനെ കമ്മിറ്റ് ചെയ്യാറുള്ളൂ. പരസ്യങ്ങൾക്ക് പോലും സായി പല്ലവി മുഖം കൊടുക്കാറില്ല. മുൻപൊരിക്കൽ ഒരു ഫെയർനെസ് ക്രീമിന്റെ പരസ്യം സായി പല്ലവി നിരസിച്ചത് വലിയ വാർത്തയായിരുന്നു. കോടികളുടെ ഓഫറാണ് സായി പല്ലവി അന്ന് വേണ്ടെന്ന് വെച്ചത്. തിരക്ക് പിടിച്ച് സിനിമകൾ ചെയ്യാനും സായി പല്ലവി ഇന്ന് തയ്യാറല്ല. സ്ക്രീനിൽ ചുംബന രംഗങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത അപൂർവം നടിമാരിൽ ഒരാളാണ് സായി പല്ലവി. അത്തരം രംഗങ്ങളുള്ള സിനിമകൾ എത്ര വലുത് തന്നെയായാലും സായി പല്ലവി നോ പറയാറുണ്ട്. ഒരിക്കൽ സിനിമയിൽ ചുംബന രംഗങ്ങൾ താൻ ചെയ്യാത്തതിന്റെ കാരണവും സായി പല്ലവി തുറന്നു പറഞ്ഞിരുന്നു. തന്റെ സിനിമകൾ മുഴുവൻ കുടുംബത്തിനും കാണാൻ കഴിയുന്നതാകണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ലിപ് ലോക്ക് രംഗങ്ങളെ കൊണ്ട് അവരെ അസ്വസ്ഥരാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുമായിരുന്നു സായി പല്ലവി പറഞ്ഞിരുന്നത്. അതേസമയം ലവ് സ്റ്റോറി എന്ന ചിത്രത്തിൽ നടൻ നാഗചൈതന്യക്കൊപ്പം സായി പല്ലവിയുടെ സെക്കൻഡുകൾ മാത്രമുള്ള ചുംബന രംഗം കടന്നു വന്നിരുന്നു. ആരാധകരെ ആകെ ഞെട്ടിച്ച ഒന്നായിരുന്നു ഈ രംഗം. എന്നാൽ താൻ അവിടെ ചുംബിച്ചിട്ടില്ല എന്നും അവിടെ ക്യാമറ ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും അന്ന് സായി പല്ലവി വ്യക്തമാക്കുകയും ചെയ്തു. ശ്യാം സിംഗ് റെഡ്ഡി, വിരാടപർവം, ഗാർഗി എന്നീ സിനിമകളിലാണ് സായി പല്ലവിയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത്. ഈ 3 സിനിമകളിലും മികച്ച പ്രകടനമാണ് സായി പല്ലവി കാഴ്ചവെച്ചത്. ഗാർഗിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമ. പ്രേമം എന്ന മലയാള സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന സായി പല്ലവി ഇപ്പോൾ മലയാള സിനിമകളിൽ അഭിനയിക്കുന്നില്ല. തമിഴ്, തെലുങ്ക് സിനിമകളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.